കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണ് എന്നാണ് താങ്കളുടെ ആരുടെ പരാജയം, ആരുടെ വീഴ്ച? ഇത്തരങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് വരാം. സംസ്ഥാനമാണോ അതോ കേന്ദ്രമാണോ കുറ്റക്കാരൻ? മാവേലിക്കര പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ പരാജയം 56.7%. ആ മണ്ഡലത്തിൽ നിന്നുള്ള ധനമന്ത്രിയും മാവേലിക്കര പറയുന്നു 56.7%. കേന്ദ്ര സർക്കാരിന്റെ കാരണങ്ങളാണെന്ന് പറയുന്നത് 27.3% പേർ മാത്രമാണ്. അതായത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറയുന്ന വാദങ്ങൾ, അതായത് നവകേരള സദസ്സിൽ സഞ്ചരിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാവേലിക്കര തള്ളിക്കളഞ്ഞിരിക്കുന്നു. 56% പേര് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതെന്ന് 56% പേർ പറയുമ്പോൾ again there is a strong anti-incumbency wave in the constituency. ധനമന്ത്രിയുടെ മണ്ഡലം പോലും വിശ്വസിക്കുന്നില്ലേ എന്ന ചോദ്യം അവിടെ വരികയാണ്. ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ അത് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതും സർക്കാരിന്റെയും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ED, CBI പോലുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മാവേലിക്കര പറയുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ട് എന്ന് പറയുന്നത് 19.8% ആളുകൾ മാത്രം. അതേസമയം ഇല്ല എന്ന് പറയുന്നു 68.3% ആളുകൾ. വലിയ കണക്കാണ്. ഈ കണക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ പ്രതിപക്ഷവും, അതായത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ മാവേലിക്കര തള്ളിക്കളയുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പല കാരണങ്ങളാൽ മാവേലിക്കര ഈ പറയുന്ന ഒരു BJP-യോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഒരു വിക്ടോറിയസ് ആയിട്ട് അവർക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടിയും അതൊരു ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയോധ്യ ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും നരേന്ദ്രമോദിയുടെ മികച്ച പ്രകടനത്തിന്റെ കാര്യത്തിനകത്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ ഇതാ ED-യും CBI-യും ഉപയോഗിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും രാജ്യത്തുടനീളം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തെ ഒരു മണ്ഡലം, അതായത് മാവേലിക്കര മണ്ഡലം പറയുന്നു 68% ആളുകൾ പറയുന്നു അങ്ങനെ ഒരു പരിപാടിയില്ല, രാഷ്ട്രീയ പകപോക്കലും നടക്കുന്നില്ല എന്ന്. കാരണം അവരുടെ മുന്നിലാണ് കരുവന്നൂരിലും കണ്ടലയിലും ഒക്കെ അവർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ കാര്യമാണ് ഏജൻസികൾ വന്നത്. അതിനുശേഷമാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനം സ്വാധീനിച്ചിട്ടുണ്ടാവാം.